ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 1189 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്ത റോമർ 8 അധ്യായം 27 തിരുവചനമാണ്. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. നമ്മിൽ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ ചില ദുർഘട സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. എന്ത് ചെയ്യണമെന്നറിയാതെ, എന്ത് പ്രാർത്ഥിക്കണമെന്നറിയാതെ, ഹൃദയവും മനസ്സും ഭാരം കൊണ്ട് നിറഞ്ഞ് വാക്കുകൾ കിട്ടാതാകുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ മന്ത്രിക്കും, ദൈവം എന്നെ കാണുന്നുണ്ടോ? ദൈവം എൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും അറിയുന്നുണ്ടോ എന്നൊക്കെ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന്. അതെ, നാം കണ്ണീരിലായിരിക്കുമ്പോൾ, നാം നിശബ്ദമായിരിക്കുമ്പോൾ, വാക്കുകൾ കിട്ടാതാകുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചിലപ്പോഴെങ്കിലും നമ്മുടെ പ്രാർത്ഥനകൾ സ്വാർത്ഥമായി പോകാറുണ്ട്. എന്നാൽ ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവഹിതപ്രകാരമാണ് പ്രാർത്ഥിക്കുക. സംസാരിക്കുവാൻ പ്രായമാകാത്ത കുഞ്ഞ് കരയുമ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് അവൻ്റെ ആവശ്യം എന്താണെന്ന്, അവനല്ലെങ്കിൽ അവൾ എന്തിനാണ് കരയുന്നത് എന്ന് വേഗത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇതുപോലെ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ദൈവം മുമ്പാകെ സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.